അങ്ങനെ സായി വീണ്ടും തെളിയിച്ചു. സായി ടാസ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇന്നലെയും സായി ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഇന്നും അതെ. ഇനി എന്താ കാര്യം എന്ന് പറയാം. അതായത് പവർ ടീമിനായിട്ടുള്ള ചലഞ്ച് റൗണ്ടിൽ നെക്സ്റ്റ് ഗ്രൂപ്പിനെയാണ് പവർ ടീം സെലക്ട് ചെയ്തത്. അത് പവർ ടീമിനായിട്ട് മത്സരിച്ചിട്ട് ആരാണോ വിൻ ചെയ്യുന്നത് അവരായിരിക്കും നെക്സ്റ്റ് പവർ ടീം. പവർ ടീം തന്നെയാണ് വിൻ ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഈ പവർ ടീം തുടരാം. അങ്ങനെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ 3 റൗണ്ടാണേ. ഫസ്റ്റ് റൗണ്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പിക്ചേഴ്സിൽ കാണുന്ന പോലെ ഒരു ബ്രെഡ് ഇങ്ങനെ ഒരു നൂലിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അത് കാലോണ്ട് ഹാൻഡിൽ ചെയ്യണം. കാലോണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് കൈയില്ലാണ്ട് അത് കഴിച്ചു തീർക്കണം. അങ്ങനെ കുറെ ബ്രെഡ് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബ്രെഡും കഴിച്ചു തീർക്കണം. പക്ഷെ അതിന് പവർ ഓരോരുത്തർ ഈ ഫസ്റ്റ് റൗണ്ടിൽ ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാർ വീതമാണ് കളിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പവർ ടീമിൽ നിന്ന് നമ്മൾ ഋഷി കളിച്ചു, നെക്സ്റ്റ് സായിയാണ് കളിച്ചത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സായിയുടെ. ഋഷിക്ക് അത് ആ ട്രിക്ക് കിട്ടി വന്നില്ല. ഋഷിക്ക് ആ ട്രിക്ക് കിട്ടിയപ്പോഴേക്കും സായി ഒരു 3-4 കഴിച്ചു കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തു. സ്പീഡിൽ അത് കൺട്രോൾ ചെയ്ത് നല്ല റിലാക്സ് ചെയ്ത് സായി അത് കഴിച്ചു. നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് വിജയിച്ചു. അതായത് സായി അടിപൊളിയായിട്ട് കളിച്ചു, ഗംഭീര പെർഫോമൻസ് കാണിച്ചു. ഇതിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഓർക്കായിരുന്നു, ഇതിലൊരു കോമഡി ഉണ്ട്. ഞാൻ ഓർക്കായിരുന്നു എന്താന്ന് വെച്ചാൽ സായി ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ചോറൊന്നും ഒട്ടും ഇഷ്ടമല്ല, എൻ്റെ ഫേവറേറ്റ് ഫുഡ് പറയുന്നത് ഈ ബ്രെഡൊക്കെയാണ്, ബ്രെഡും ചപ്പാത്തിയൊക്കെ കഴിക്കുള്ളൂ അത്രേ, ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബ്രെഡ് കണ്ടപ്പോഴേ അത് നല്ല സമാധാനത്തിൽ സുഖമായിട്ട് കഴിച്ചു. അങ്ങനെ സായി ഫസ്റ്റ് റൗണ്ടിൽ വിൻ ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ടിലും സായിയുടെ ടീം തന്നെ നെക്സ്റ്റ് തന്നെ ജയിച്ചു വെച്ചാൽ പിന്നെ തേർഡ് റൗണ്ടിന്റെ ആവശ്യമില്ല, ഇവർ ജയിക്കൂലോ ഉറപ്പല്ലേ. ഇനി സെക്കൻഡ് റൗണ്ടിൽ മറ്റവർ ജയിച്ചാൽ പവർ ടീം ജയിച്ചു വെച്ചാൽ മാത്രം തേർഡ് റൗണ്ട് ഉണ്ടാവും. അപ്പോൾ അടുത്ത റൗണ്ട് ഇന്ന് ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം.